നമസ്കാരം. തിരുവോണത്തിന് ഇനി അധികം ദിവസങ്ങളില്ല എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന ദിവസങ്ങൾ തന്നെയാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ഭാഗ്യം കടാക്ഷിക്കുക? തിരുവോണത്തിന് മുൻപ് തന്നെ ജീവിതത്തിൽ പല അത്ഭുതകരമായ മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ആദ്യത്തിന്റെ കന്നിരാശി പ്രവേശനം കുറച്ചധികം നേട്ടങ്ങൾക്ക് ഇടവരുത്തുന്നതാകുന്നു. കർമ്മവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചെയ്യുന്ന ജോലികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ആഹ്ലാദം കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല കാര്യങ്ങളും ആർജവത്തോടെ ചെയ്യുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ഭാവിയിലേക്ക് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. വാക്കുകളിലും പ്രവൃത്തിയിലും ഗാംഭീര്യം കടന്നു വരികയോ അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. സമ്മാനങ്ങൾ നേടുക, സമ്മാനങ്ങൾ നൽകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ഭാവിയിൽ ഗുണം ചെയ്യുകയും ചെയ്യാം. അത്തരം ചില നിക്ഷേപങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പൊതുവിൽ ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം കഴിവുകൾ, അംഗീകാരങ്ങൾ ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഓണത്തിന് മുൻപുള്ള ഈ സമയം. വ്യക്തിത്വം ആദരിക്കപ്പെടുന്ന സമയം. കലാരംഗവുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും ശുക്രൻ 7ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ ഉപകാരപ്രദമായി മാറും. പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. യാത്രകൾ കൊണ്ട് കാര്യസിദ്ധി വന്നു ചേരാം. വിദ്യാർത്ഥികൾക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം തൊഴിൽ തേടുന്നവർക്കും നിരാശ വന്നു ചേരണം എന്നില്ല. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ, ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും അവരുടെ പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഉല്ലാസയാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഇത്തരത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ഓണത്തിന് മുൻപ് സംഭവിക്കാൻ സാധ്യത നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ് ഓണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ. കാർത്തിക നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളുടെ സമാഗമം വളരെയധികം സന്തോഷം മനസ്സിന് നൽകാം. പഴയ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറും. കുടുംബവുമൊത്ത് യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. പുതിയ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴികൾ തുറന്നു ലഭിക്കാം. താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ഈ സമയം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പണം കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയം തന്നെയാണ്. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പല വ്യക്തികളുടെ പിന്തുണ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ചന്ദ്രന് പൂർണ്ണബലം വരുന്ന സന്ദർഭമായതിനാൽ തന്നെ മനപ്രസാദം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം തന്നെയാകുന്നു. സന്തോഷാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും അവരുമായി സമയം പങ്കിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം
കൈകളിലേക്ക് വന്നു ചേരാം. അതിനാൽ വളരെ കാലമായുള്ള ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ, ബിസിനസ് പരമായ ഉയർച്ച, ബിസിനസ് പരമായി ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട യാത്രകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ആരോഗ്യം ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, എന്നിരുന്നാൽ പോലും കൈകളിലേക്ക് പണം വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ബിസിനസ് പരമായും പണം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ ധനപരമായ ക്ലേശങ്ങൾ അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക, സമ്മാനമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വസ്ത്രം, ആഭരണം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. പ്രതീക്ഷിക്കാതെ തന്നെ ചില ശുഭവാർത്തകൾ തേടിയെത്തുക, പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലം തന്നെയാകുന്നു. ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബബന്ധം കൂടുതൽ ഊഷ്മളമാകുവാൻ സഹായകരമായ ദിവസം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം പല വ്യക്തികളെയും, അത് ബന്ധുക്കളാണ് എങ്കിലും സുഹൃത്തുക്കളാണ് എങ്കിലും, വളരെ കാണുവാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സമയം തന്നെയാകുന്നു. ബിസിനസ് പരമായും അല്പം നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയം തന്നെയാകുന്നു. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുക, വാഹനം, വസ്ത്രം, ആഭരണം, ഇത്തരത്തിൽ ആഗ്രഹിച്ചതായ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തെറ്റായ ധാരണകൾ തിരുത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാവുന്ന സമയം കൂടിയാകുന്നു. താൽക്കാലികമായി ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള വ്യക്തികൾക്ക്, അത്തരത്തിൽ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുകയും യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം കൂടുതലായി തുണയ്ക്കുന്ന സമയമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ഈ സമയം കലഹം തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെ പോലും അത് ബാധിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 ദിവസങ്ങൾ വളരെ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഓണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ അഥവാ തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ ഇവർക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും ആത്മവിശ്വാസക്കുറവ് പരിഹരിക്കുവാനും സാധിക്കും. ലക്ഷ്യം നേടുവാൻ നിങ്ങൾക്ക് വളരെയധികം സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ദോഷം വരുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ, പിന്തിരിയുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. യാത്രാ ക്ലേശങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം ഒഴിഞ്ഞു നിൽക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ, ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യങ്ങൾ ശരിയായ രീതിയിൽ അനുകൂലമായി ഭവിക്കുവാൻ നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതാകുന്നു. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും തൊഴിൽപരമായും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ്, വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരാവുന്ന മറ്റൊരു സൗഭാഗ്യം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ചോതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു. തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ ഇവർക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാഹചര്യങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ സാഹസിക കർമ്മങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല പ്രേരണകളും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ഇച്ഛാശക്തി പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ
ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ സ്വന്തമാക്കുവാനോ ഈ സമയം സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആലോചിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച വന്നു ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ഉത്തരം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. എന്നാൽ ആലോചനാശൂന്യമായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനായാസമായി തീരാം. കൂടാതെ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അല്പം കൂടി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൈകളിലേക്ക് പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരാം. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. താൽക്കാലികമായി തൊഴിൽ ലഭിക്കുക, കൂടാതെ മറ്റ് തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം. കുടുംബത്തിന്റെ ഐക്യത്തിന്, അതേപോലെ തന്നെ കുടുംബത്തിന്റെ സന്തോഷത്തിനും വളരെയധികം മുൻകൈ എടുക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സമയം വളരെ ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ നിങ്ങളിലേക്ക് വന്നു ചേരുക, സമ്മാനം ലഭിക്കുക, സമ്മാനം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച തൊഴിൽ മേഖലയിലും ബിസിനസ് പരമായും വന്നു ചേരാം. മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. പല ടെൻഷനുകളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്ക് സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. അല്പം അലച്ചിൽ വേണ്ടിവരും. എന്നിരുന്നാൽ പോലും മനസ്സിന് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഓണത്തിന് അഥവാ തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. മഹാവിഷ്ണു ഭഗവാനെ ഈ സമയം ആരാധിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് തിരുവോണത്തിന് മുൻപുള്ള ഈ ദിവസങ്ങൾ. ആത്മവിശ്വാസത്തിന് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അഥവാ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുകയും അത് തിരിച്ചറിയുകയും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ അടുത്ത വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല തീരുമാനങ്ങളും, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുകയോ പല തെറ്റിദ്ധാരണകൾ വഴിമാറിപ്പോവുകയോ ചെയ്യാവുന്നതുമാണ്. കൂടാതെ സുഹൃത്ത് ബന്ധം കൂടുതൽ ഊഷ്മളമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. കർമ്മ മേഖലയിൽ, ബിസിനസ് മേഖലയിൽ പുതിയ രീതിയിലുള്ള നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ ഉയർച്ച വന്നു ചേരും. വിദേശവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നാട്ടിലേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും സിദ്ധിക്കാം. ഈ സമയം പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.